കണ്ടു പണം കൊടുക്കാതെ പോവാൻ അറിയാൻ പാടില്ലല്ലോ. പല്ലടിക്കാൻ താഴ്ത്തത് ആരാടോ തെമ്മാടിത്തം കാണിച്ചത്? ചന്തക്കം തരാതെ പോവുമല്ലേടാ? പോയാൽ ഈ ചാക്ക് വലിച്ച് താഴെടും അല്ലേ? മൂന്നാല് പേര് മുമ്പ് ആ തരം തന്നിട്ട് ഇടത്തോട്ട് പോയിക്കോളൂ. പേടിപ്പിക്കലടാ. എന്റെ സാധനങ്ങളുടെ വില എഴുതിക്കും. ചന്തയും ചന്തപ്പറയും ഞാൻ ഇതിക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. എന്റെ പണം എടുക്കണം. കാശ് തരാതെ ഞാൻ ഉറപ്പില്ല. ഈ ചന്ത കണ്ടു കാണും, പക്ഷെ മണക്കാട്ട് കണ്ടു കാണില്ല. അത്രാം കണ്ട് ഞാൻ കണ്ടു കാണില്ല. നീ കാണാൻ പോണതേ ഉള്ളൂ. വേഗം എടുത്തോണ്ട് പോ. കാശോട് കാശോട് കൊടുക്ക് കാശ്. എടുക്കണല്ലോ കാശ്. കാശില്ലേ? ആ മാങ്ങ കൊടു. വേണ്ട കൊടുത്തേരെ പോട്ടെ. കൊടുക്കേ പോടെ. ആരുടെ അമ്മോ? ചിരിക്കണ്ട. ഓ മുതലാളി ഇപ്പൊ നമ്മളെയൊക്കെ അങ്ങ് മറന്നു. മുതലാളിയോട് ആ കാശടെ വേം വേം കുറെ ആളുണ്ട്. ആ പൊയ്ക്കോ. എന്ത് വിളിയേക്കാ? തനിക്കുള്ള എല്ലാരും ഉണ്ട്. എന്ത് താമസിച്ചു പോയേ? വിടുന്നെങ്കിൽ വിടും മുതലാളി. വാങ്ങണോര് മുഴുവൻ വണ്ടി കപ്പയും വാങ്ങി പോയി കാണും. ഇവിടെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു. പിടിച്ച് വെക്കും വെക്കും. അയ്യോ വേണ്ട എടാ കൊടുത്തേ കൊടുത്തേ. ആളും തരും നോക്കി വേണ്ടടാ. വേറെ എന്തേലാണ്? നല്ല വെണ്ണ പുസ്തകത്ത് പോലെ ഇരിക്കും. അതൊന്നും നോക്കണ്ട. ഈ വീട്ടങ്ങ് വെണ്ണ പോലെ ഒരുക്കും. ഓട്ടടിയല്ലമ്മ എവിടുമാരല്ലെങ്കിൽ ഒന്നും വാങ്ങാൻ വരണവരല്ല. ഷാപ്പിന്റെ ആവശ്യത്തിലേക്കല്ലേ? ആ വരി. ഇതാ ഇത് കൊള്ളാന്ന് നോക്കി. ഊറ്റിയും കട്ടും ഒന്നുമില്ല. നല്ല വെണ്ണ പോലെ ഇരിക്കും. വേണോ? ഓ അതോന്നല്ലേ വേവോ? എല്ലാം ഒരിടത്തുള്ളതാ. അതെ ഇതിനെല്ലാം കൂടെ എന്ത് വേണം? ഇത് മുഴുവനുമോ? നീ എന്താ വിചാരിച്ച്? കമലാസന പണിക്കർക്ക് ഷാപ്പ് എത്ര ഉണ്ടെന്ന് നിനക്കറിയാം? 10 രൂപ തരണം. 5 രൂപ സമ്മതിച്ചു. അയ്യോ മുതലാളി മുതലാവില്ല. 2 രൂപ കൂടെ ഇട്ട് തരി. കൊടുത്തേക്കണം മുതലാളി, പാവങ്ങളല്ലേ. അത്ര ദയവാണെങ്കിൽ താൻ കൊടുക്കും. ചെല്ലുമ്പോ 2 രൂപ ഞാൻ തന്നേക്കാം. ഓ അങ്ങനെ ഓരോരുത്തരും ഓശാരൊന്നും എനിക്ക് വേണ്ട. ശരി വെട്ടിക്കും. 3, 6, 18 രൂപ സമ്മതിച്ചു. സമ്മതിച്ചു. രാത്രി വരാൻ ചെല്ലമ്മ. എനിക്ക് ഇച്ചിരി ചൂടുള്ളതാണ്. തിന്നേലൊക്കെ ഒന്ന് പിടിക്കണം. ഞാൻ പോട്ട്. നില്ല് കാർത്തിയേക്കാ.
ചെറിയേച്ചും പോവാം. നല്ല പഴുത്ത ചക്ക ഇരിപ്പുണ്ട്. എന്നാ 2 ചോള തിന്നേച്ച് പോവാം. നല്ലപോലെ മണക്കണല്ലോ അല്ലമ്മ. അയ്യോ ചതിച്ചല്ല വള്ളിയാക്ക. സാമദ്രോഹികള് പല കുത്തി തുറന്ന് കക്കാൻ തുടങ്ങി എങ്ങനെ പൊറുക്കും എന്റെ വെള്ളായിനി ഭഗവതി. അയ്യോ പശു കയറിയതാണ് അക്ക. ആ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞു വന്ന. എടാ കൊച്ചുരാമ, നീ എവിടെ പോയിരുന്നു? ഏതൊരു പശു വന്ന് നാനാവിധമാക്കിയത് കണ്ടില്ലയോ? ഞാൻ കണ്ടതുകൊണ്ട് വാഴ തിന്നണതിന് മുമ്പേ പിടിച്ചോണ്ട് പോയി. അതിയാരങ്ങത്തെ ഒരു പശുവായിരുന്നു. ഏത് അങ്ങത്തേരാനും വേണ്ടൂല്ല, അതിന് ഞാൻ ഇന്ന് കൊല്ലും. ഇത് കണ്ടില്ലയോ കാർത്തിയക്ക? ഇത് കണ്ട പൊറുക്കുമോ? നീയും നിന്റെ അങ്ങത്തെയും. അവനെ എന്തിനു പറയുന്നു? അവൻ ഏതു നേരവും കാവലിരിക്കാൻ പറ്റുമോടി ചെല്ലമ്മ. ഒരു നേരം ഒന്നും കുടിച്ചില്ലെങ്കിലും കേറി കിടക്കണ കൂരയ്ക്ക് ഒരു യഥമൊക്കെ വേണം. ഒരു 4 ഉരുള മണ്ണോട് ഉരുട്ടി വെച്ച് ഒരടപ്പും തുറപ്പും ഒക്കെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പശുവും കയറും കള്ളനും കയറും. എന്ത് നല്ല ചക്കയായിരുന്നു. ആ പോയത് പോയി. എടാ കൊച്ചുരാമ, എന്റെ അവിടെ മെടഞ്ഞ ഓല ഇരിപ്പുണ്ട്. നീ പോയി 2 മണൽ എടുത്തുകൊണ്ട് വന്ന് ഇതൊന്ന് കുത്തി മറയ്ക്കും. ശരി. അവനൊരു പാവമാടി ചെല്ലമ്മ. ആരോരുമില്ലാത്ത ചെറുക്കൻ. കൂടെ ഇവിടെ ഓടി വരുന്നത് നിനക്കൊരു സഹായം തന്നെയല്ലേ? 2 ദിവസം ചന്തയ്ക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല. അക്കം പറഞ്ഞതുപോലെ 2 ഉരുള മണ്ണ് വെച്ച് ഇത് പൊക്കിയിട്ടേ ഇനിമേ കാര്യം. എന്താണ് കൊച്ചിരാമ്മ വായും തുറന്നോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ നിനക്ക് അങ്ങേത്തോടെ വീട്ടിൽ പോകാറായെങ്കിൽ പോയിക്കോ. കുറെ കഴിഞ്ഞിട്ട് പോയാലും മതി. ആഹാ, ഞാൻ എഴുതിട്ട് പോയപ്പോഴാ നീ പണി തുടങ്ങിയല്ല. നീ ഇന്ന് ചന്ത വരണില്ലടി? വരണക്ക. 2 ഉരുള മണ്ണൂടെ വെച്ചോട്ടെ. ആ കാർത്തികിനും അമ്മൂക്കിനും വരുന്നു. എന്തടി കാർത്തി, പോകാൻ നേരമായി പോയോ? അമ്മൂക്കനാ ദുരിശം. വല്ലവളും വീട് വയ്ക്കുന്നതിന് എനിക്കൊന്നൊരു വിരുദം. എങ്കിൽ നിങ്ങൾ പോകും, ഞങ്ങൾ പിന്നെ വരാം. ഒരാള് തന്നെ പണിയെടുത്താ ഇതെപ്പ തീരാനാ? അക്കൻ കൂടെ നിന്നാ ഒരു ഉജാറൊക്കെ ഉണ്ട്. എന്നാ ഞാനും പിന്നെ വരാം അമ്മൂക്ക. അയ്യോ അയ്യോ അമ്മൂക്ക, പോലെ ഒടിച്ച പട്ട പാടും. അങ്ങോട്ട് മാറിഞ്ഞില്ലേ? എന്റെ അമ്മേനെ ചുടലത്തിങ്ങല്ലയോ? ഞാൻ തൊട്ടാൽ ഇതങ്ങ് കരിവല്ലോ. അതെ, ഞാനങ്ങ് പോവുക. ഓടിച്ചാവോ? അല്ലെങ്കിൽ അവളൊരു അദൂഷക്കാരിയാ. അറിയാതെ കൊല്ലം എത്ര കഴിഞ്ഞു. ചുടലത്തെങ്ങ് വലുതായത് കണ്ട. ഇന്നലെ കഴിഞ്ഞ പോലല്ലേ തോന്നണം. പേരുദോഷം വരാതെ നോക്കിക്കോണേ അക്കാന്നും പറഞ്ഞു എന്റെ മടിയിൽ കിടന്നിട്ടല്ലേ കണ്ണടച്ചത്. ഓർമ്മയുണ്ടോടി ചെല്ലമ്മ നിനക്ക്? എന്നിട്ട് ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചില്ലല്ലോ. പേരുദോഷം കേൾപ്പിച്ചാ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകളയല്ലോ. നീ രാത്രി തനിച്ചാ ഇവിടെ നിന്ന് ഓർത്തല്ലേ മനസ്സിനൊരു സമാധാനമില്ല. അതല്ലേടി മൂന്തിയാകുമ്പോ ഞാനിങ്ങ് ഓടിയെത്തണത്. അല്ലേടി കാർത്തി? നേര് തന്നെയൊക്കെ. ചന്ത പലരും ആദ്യം വിചാരിച്ചിരുന്നത് വള്ളിയേക്കന്റെ മോളാ.